ഇത് കണ്ടോ ഗൈസ്, ഇതാണ് ഇന്നത്തെ വെതർ. ലുക്ക്, നല്ല മഴയും ആൻഡ് കോൾഡ്. ഏപ്രിൽ ആണ്, എന്നാലും ഇറ്റ്സ് വെരി കോൾഡ് ആൻഡ് റെയിനി. ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഡിഷ് ഒരു ഒരു ഇറ്റ്സ് എ ക്രോസ് ഓവർ ബിറ്റ്വീൻ ലസാനിയ ആൻഡ് ഷെപ്പേർഡ്സ് പൈ. ഈ രണ്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് എനിക്ക് ഇഷ്ടമായത് കാരണം ഞാനിതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഐ ആക്ച്വലി ട്രൈ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ് വാസ് എ സക്സസ്. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ബേസിക്കലി നമ്മുടെ എപ്പോഴുള്ള ഓണിയൻസ്, ബെൽ പെപ്പർ, ഞാൻ യൂസ് ചെയ്യുന്ന ചീസ് ഗോട്ട് ചീസാണ്, ഗ്രൗണ്ട് ബീഫ്. ബീഫ് കഴിക്കില്ലെങ്കിൽ ലാമ്പ് യൂസ് ചെയ്യാം, ഗ്രൗണ്ട് ലാമ്പ്. പക്ഷെ അത് കുക്ക് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കും. അപ്പം ചിക്കൻ കീമ അല്ലെങ്കിൽ ടർക്കി കീമ ഇതും നല്ല ഓൾട്ടർനേറ്റീവ് ആണ് ഇവിടെ. യൂഷ്വൽ ടൊമാറ്റോ, സിലാൻഡ്രോ, ഹാലപ്പിനോസ്, ആൻഡ് ദെൻ കുറച്ച് സ്പൈസസ് ഉണ്ട്. അത് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഐ വിൽ ഇൻട്രൊഡ്യൂസ് ഇറ്റ്. ഇപ്പം തന്നെ ഒരു ഐഡിയ കിട്ടിക്കാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഐ ഫർഗോട്ട് ആൻഡ് ഐ ഹാവ് ഇറ്റ്സ് കോൾഡ് കോൺ ടോട്ടിയാസ്. അത് കുറച്ചുണ്ട്. ഞാനപ്പോൾ അത് ലെയർ ചെയ്യുമ്പം അത് ഷോ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. ഇറ്റ്സ് മോർ ക്ലോസർ ടുവേർഡ്സ് ഒരു മെക്സിക്കൻ ഡിഷിൻ്റെ ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം യൂസിങ് ഗോട്ട് ചീസ്. ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് ഒരു ഗ്രീക്ക് കൈൻഡ് ഓഫ് ഫ്ലേവറിങ് ആയിരിക്കാം. സോ ഒരു ക്രോസ് ഓവർ ആണ്. ബട്ട് ഐ പ്രോമിസ് യു ദിസ് will be a remarkable dish. അപ്പോൾ നമുക്ക് ആദ്യം ടൊമാറ്റോ തുടങ്ങാം. ടൊമാറ്റോ, ഹാലപ്പിനോസും സിലാൻഡ്രോവും കൊണ്ടിട്ട് ഒരു സൽസയാണ് ചെയ്യുന്നത്. ഇതിനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം നമുക്ക്. ഹാലപ്പിനോസ് അതിന് അൺസീഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് അത്ര ഒരു ഹാലപ്പിനോസ് അല്ല, ഇത് സിറാനോ പെപ്പറാന്ന് തോന്നുന്നു. ബട്ട് അത്ര സ്പൈസി അല്ല. ഇൻഫാക്ട് നമ്മുടെ ഈ ഡിഷിൽ കുറച്ച് സ്പൈസ് നിൽക്കുന്നത് നല്ലതാണ്. ഫോർ മീ, എനിക്ക് റെഡ് മീറ്റ് ചിക്കൻ എന്തായാലും കുറച്ച് എരിവ് കൂടുതൽ വേണം. സാധാരണയെക്കാട്ടിലും വെജിറ്റബിൾ ഡിഷ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് മീറ്റ്സ് ഉണ്ടാക്കുമ്പം സ്പൈസ് കൂടുതൽ വേണം. നിങ്ങളുടെ ആവശ്യാനുസരണം ആഡ് ചെയ്യാം. ഹാലപ്പിനോസ്, അനിയൻസ്, ഇത് കണ്ടോ ഒരു അണിയൻ്റെ സൈസ്, മാസീവ് അണിയൻസ്. ഇപ്പം നമ്മുടെ അണിയൻസ് എല്ലാം ചോപ്പ് ചെയ്തു. അണിയൻസ്, ഹാലപ്പിനോസും ടൊമാറ്റോ. ഇനി ഞാൻ കുറച്ച് സിലാൻഡ്രോയും കൂടി ഉണ്ട്. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സാൽസയുടെ എല്ലാ വെജീസും കൂടെ നമുക്ക് ബോളിലേക്ക് മാറ്റാം. ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ ഒരു ബോളിലേക്ക്, എല്ലാം മിക്സ്ഡ് ആയിട്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനെഗർ ഒഴിക്കുന്നുണ്ട്. ലെമൺ ജ്യൂസും നല്ല ഓപ്ഷനാണ്, പക്ഷേ ഇത് കുറച്ചും കൂടെ എനിക്ക് അസിഡിക് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് വിനെഗറാണ് യൂസ് ചെയ്തത്. പിന്നെ നമ്മുടെ സോൾട്ട്. ഓൾറൈറ്റ്. അപ്പം ഞാൻ ആ വലിയ ഓണിയൻ കാണിച്ചു തന്നു. അതിൻ്റെ ഒരു 1/4 പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. മേ ബി ഒരു 1/2 കപ്പേ ഉണ്ടാവുള്ളൂ. ആ ഒരു ടൊമാറ്റോയും ഒരു 1/2 കപ്പ് ഓഫ് ഓണിയനും പിന്നെ സിലാൻഡ്രോ ഒരു ക്വിക്ക് ബഞ്ച് ആൻഡ് ഒരു സെറാനോ പെപ്പർ ആൻഡ് വിനെഗർ ആൻഡ് സോൾട്ട്. നമ്മുടെ സാൽസ റെഡി. നമ്മൾ അടുത്ത് ചെയ്യുന്നത്, നമുക്ക് ഈ വളരെ കുറച്ച് വെജീസേ ഉള്ളൂ. വെജീസ് എന്ന് വെച്ചാൽ ഒന്നിനില്ല. ആകെ ഒരു ബെൽ പെപ്പർ എടുത്തിട്ടുണ്ട്. റെഡ് ഞാൻ ചൂസ് ചെയ്ത് അത് ഹൈ ഇൻ വൈറ്റമിൻ സി എന്നൊക്കെ പറഞ്ഞു കേട്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ ഗ്രീൻ ആണ് എൻ്റെ ഫേവറേറ്റ്. ഇതും പിന്നെ ആ ബാക്കി വന്ന അണിയൻ്റെ കുറച്ച് സ്ലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എന്നിട്ട് എണ്ണയിൽ നമ്മൾ സോട്ടേ ചെയ്തെടുക്കും. ഇത് കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി നൈസ് ആക്കണ്ട, നമുക്കതങ്ങോട്ട് ഫുൾ സോഗി ആയിട്ട് പോകണ്ട. കുറച്ച് ക്രഞ്ചിനെസ് വേണം. അപ്പം നമ്മൾ ആ സൈസിലാണ്
നമ്മൾ അതിനെ കട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇതാ ഈ സൈസ്. ഓക്കെ, ഞാൻ ആ ഹോൾ പെപ്പർ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അൺസീഡ് ചെയ്തിട്ടുണ്ട്, സീഡ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. സോ നമ്മുടെ പെപ്പേഴ്സ് റെഡി. അതുപോലെ തന്നെ നമ്മുടെ അണിയൻസും കുറച്ച് വൈഡായിട്ട് കട്ട് ചെയ്യണം. നമ്മുടെ ഫഹീറ്റയിലൊക്കെ ഇടുന്ന സൈസിലായിരിക്കണം. എന്നിട്ടും ഇത്രയും ബാക്കിയുണ്ടേ ആണിയുണ്ട്. സോ നമ്മൾ അത്രയും എടുത്താൽ മതി. സ്റ്റെം ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. സോ യാ, ഫഹീറ്റയും പെപ്പറും എല്ലാം റെഡി. ഫഹീറ്റയല്ല, റെഡ് ബെൽ പെപ്പറും അണിയൻസും റെഡി. ഓക്കെ, നമുക്കിതിനെല്ലാം ഒന്ന് ഓയിലിൽ സോട്ടേ ചെയ്തെടുക്കാം. യൂഷ്വലി അവക്കാഡോ ഓയിലാണ് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഓർ വെജിറ്റബിൾ ഓയിൽ. നമ്മുടെ സോട്ടേഡ് വെജിറ്റബിൾസ് റെഡിയായി. ഞാൻ സോൾട്ടോ ഒന്നും ഇട്ടിട്ടില്ല, ബിക്കോസ് നമ്മൾ എന്തായാലും ഇനി ഇടുന്ന മീറ്റിൽ എന്തായാലും സോൾട്ടും ഒക്കെ ചേരുന്നുണ്ട്. പ്ലസ് നമ്മുടെ സൽസയിലും സോൾട്ട് ഉണ്ട്. അപ്പം നമുക്കിനി വെജീസ് പ്ലെയിൻ ആയിട്ട് വെച്ചാൽ മതി. ഒന്ന് ടേൺ ഓഫ് ചെയ്യാൻ പോണു. അടുത്തത് മീറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പം ഇത് യൂഷ്വലി ഞാൻ ഇതിനെ ഒന്ന് വാഷ് ചെയ്യാറുണ്ട്. പക്ഷേ പൊതുവേ പറഞ്ഞ ആൾക്കാർ ഇത് ഓൾറെഡി അങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇറ്റ്സ് റെഡി ടു കുക്ക്. അങ്ങനെയാണ്, വാഷ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് പിള്ളേർക്കൊക്കെ കൊടുക്കണ കാരണം ജസ്റ്റ് ടേക്ക് ദാറ്റ് എക്സ്ട്രാ പ്രിക്കോഷൻ ഒന്ന് വാഷ് ചെയ്യാനായിട്ട്. മീറ്റ് വാഷ്ഡാണ്. ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂണാണ്. അതിൽ 1/2 ടീസ്പൂൺ ജീരകം, ഗാർലിക് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഗാർലിക് പൗഡർ അവൈലബിൾ അല്ലെങ്കിൽ ഗാർലിക്ക് ചോപ്പ് ചെയ്തോ അല്ലെങ്കിൽ മാഷ് ചെയ്തോ ഇട്ടാലും നല്ലതായിരിക്കും. ഗാർലിക് പൗഡർ 1/2 ടീസ്പൂൺ, ഓണിയൻ പൗഡർ, പിന്നെ വിനിഗർ ഞാൻ 1 ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആവശ്യത്തിന് സോൾട്ട്. മെയിനായിട്ടുള്ള ഒരെണ്ണം മറന്നു, ചില്ലി പൗഡർ. ചില്ലി പൗഡറും ഞാൻ 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ. ഞാനിതിനെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി അയൺ സ്കില്ലറ്റിലേക്ക് മാറ്റി ജസ്റ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല. അതൊന്ന് കുക്കായിട്ട് വന്നിട്ട് ഡ്രൈ ആകുമ്പോൾ ഞാൻ ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അത് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാനത് ചെയ്തു വന്നപ്പോഴാണ് ഇന്ന് റിയലൈസ് ചെയ്തത്, ശരിക്കും നമുക്ക് അതാദ്യം ചെയ്തതാണെങ്കിൽ ഇതൊക്കെ കുറച്ച് സമയം സേവ് ചെയ്യായിരുന്നു. അത് അടുപ്പിൽ കുക്കാവുമ്പോഴേക്കും നമുക്ക് വെജീസൊക്കെ അരിഞ്ഞ് ആ പ്രിപ്പറേഷൻ എല്ലാം ചെയ്തതാണെങ്കിൽ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ മീറ്റും കുക്കായി ഉണ്ടായി. എനിവേസ്, ലെസൺ ലേൺഡ്. ജസ്റ്റ് ചെക്ക് ദിസ് ഔട്ട്. ഇത് കണ്ടോ, നമ്മൾ ഒട്ടും ഓയിൽ ചേർത്തിട്ടില്ല. നമ്മളത് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റ് ഒരു കുക്കിംഗ് ഡൺ എന്ന് പറയാൻ പറ്റുക. അതിനുശേഷം നമുക്ക് ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് കുറച്ചൊരു ഡ്രൈ ആക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം ആ മീറ്റിലുള്ള വെള്ളമൊക്കെ വറ്റി ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നല്ല 2nd ടേബിൾ സ്പൂണാണ് അത് ഒഴിച്ചത്. ഞാൻ എണ്ണ ഒഴിച്ച ഉടനെ തന്നെ അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിയിട്ടുണ്ടോ, ലൈക്ക് കുറേ കൂടെ ബ്രൗണിഷ് ആയി വന്നിട്ടുണ്ട്. സോ ആക്ച്വലി അത് കുറേ കൂടെ ടേസ്റ്റിയറാണ് ഇങ്ങനെ കഴിക്കാൻ. ഇനി കുറച്ചു നേരം കൂടെ കിടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ബ്രൗൺ ആവട്ടെ. അപ്പോൾ നമുക്കിനി ലെയർ ചെയ്ത് തുടങ്ങാം. ഞാൻ
തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഒന്ന് അവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 375 ഡിഗ്രി ഫാരൻഹൈറ്റിൽ. അപ്പം ആദ്യം ലെയറിന് ആവശ്യം ടോട്ടിയാണ്. ഓക്കെ, ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കോൺ ടോട്ടിയാണ്. മൂന്നെണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആദ്യം കുറച്ച് ഗോട്ട് ചീസ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം മീറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇനിയും ടോട്ടിയാസ് എടുത്തിട്ട് വെക്കാം. അപ്പം അതിനെ ഒന്ന് ക്യാപ്പ് ചെയ്ത പോലെയാവും. ഇതിൻ്റെ മുകളിൽ ഞാൻ സ്പ്രെഡ് ചെയ്യാൻ പോണത് വെജീസാണ്. ഓക്കെ, നമ്മൾ നേരത്തെ സോട്ടേ ചെയ്ത് വെച്ച ബെൽ പെപ്പറും ഓണിയൻസും ഒക്കെയാണ്. ഇന്ന രീതിയിലൊന്നുമില്ല, ലൈക്ക് ജസ്റ്റ് റാൻഡംലി നിങ്ങൾക്ക് തന്നെ എത്ര വേണം അതെല്ലാം നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ഞാൻ ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ചീസും വെജീസും ഇട്ട് കഴിഞ്ഞു. ഞാൻ അതിൻ്റെ മുകളിലേക്ക് സൽസ ഇടാൻ പോവാണ്. കുറച്ച് സോഗി ആയിട്ട് തോന്നും, ബട്ട് ആക്ച്വലി അത് മീറ്റിൻ്റെ ഒപ്പമൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പം അത് എക്സ്ട്രീംലി ഒരു ഭയങ്കര ഫ്ലേവർ ആയിരിക്കും അതിന്. കാരണം ഇതിൽ ഓൾറെഡി നമ്മൾ സ്പൈസ് കൂട്ടാനായിട്ട് ഹാലപ്പിനോ പെപ്പേഴ്സ് ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പം അത് കാരണം അത് ഒരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഹീറ്റ് ആയിരിക്കും അത് തരുന്നത്. ആൻഡ് ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. ഇനി ഞാൻ ഒരു ലെയർ ടോട്ടിയും കൂടെ വെച്ച് ജസ്റ്റ് ഇതിനെ കവർ ചെയ്യും. That's it. ഈ ഓവൻ പ്രീഹീറ്റ് ആയി കഴിയുമ്പം ഇത് ഞാൻ ഓവനിലേക്ക് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കും. ഇത്രേ ഉള്ളൂ. എന്താ ജസ്റ്റ് അവനിൽ നിന്ന് എടുത്തു. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ ടോപ്പ് ലെയർ നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്. ഉണ്ടോ? നല്ല ചൂടാട്ടോ, നമുക്ക് ട്രൈ ചെയ്യാൻ പോലും പറ്റുന്നില്ല, അത്ര ചൂടാണ്. ഇതൊന്ന് കൂൾ ഡൗൺ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ ഓക്കെ, ഇപ്പൊ ഒന്ന് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എക്സ്ട്രീംലി ഗുഡ്. ആ ടോപ്പ് ലെയർ നല്ല ക്രഞ്ചി, അതിൻ്റെ ഇടക്കുള്ള ലെയറും ലാസ്റ്റ് ലെയറും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ ഓണിയൻസിൻ്റെ ക്രഞ്ചും പെപ്പറിൻ്റെ ക്രഞ്ചും നമ്മളിട്ട സിറാണോ പെപ്പറിൻ്റെ സ്പൈസും മീറ്റും ആ ഗോട്ട് ചീസിൻ്റെ സവർനെസ്സും ടാങ്കി ഫീലിംഗ് എല്ലാം ആക്ച്വലി നല്ലൊരു കോംബോ ആണ്. It's a must try. You guys must try this. Okay, bye.